Hello, I am Anu V from St. Peter's College, Kolacheri. ഈ വീഡിയോയിൽ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെക്ക് വെദർ ഇസഡ് പ്ലസ് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് അണ്ടർ അഡീഷൻ ഈസ് ഐസോമോർഫിക് ടു 2z പ്ലസ് where പ്ലസ് ഈസ് ദ യൂഷ്വൽ അഡീഷൻ. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇസഡിൻ്റെ ഒരു സബ്സെറ്റ് ആണ് 2z. 2z എന്ന് പറഞ്ഞാൽ ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ. അപ്പോൾ ഒരു സെറ്റ് അതിൻ്റെ ഒരു സബ്സെറ്റിനോട് ഐസോമോർഫിക് ആണ്. ഇവിടെ ഇതൊരു സബ്സെറ്റ് മാത്രമല്ല, ഇതൊരു സബ് സ്ട്രക്ചർ കൂടിയാണ്. അതിൻ്റെ കാരണം ഈ ഇസഡ് പ്ലസിൽ ഉള്ള അതേ ബൈനറി ഓപ്പറേഷൻ തന്നെയാണ് ഈ 2zലും നമ്മൾ എടുത്തിരിക്കുന്നത്, അഡീഷൻ തന്നെ. ഇതിനു മുമ്പ് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ആർ പ്ലസ്, അത് ആർ പ്ലസ് ഡോട്ട്, അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ, സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ, അതിനോട് ഐസോമോർഫിക് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആറിൻ്റെ ഒരു സബ്സെറ്റ് ആണ് ആർ പ്ലസ്. പക്ഷെ അവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആറിൽ അഡീഷൻ എടുക്കുന്നു, ആർ പ്ലസിൽ അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, രണ്ട് സെറ്റിലും ഉപയോഗിക്കുന്ന ബൈനറി ഓപ്പറേഷൻ സെയിം ബൈനറി ഓപ്പറേഷൻ ആണ്, അതായത് ഇൻഡ്യൂസ്ഡ് ബൈനറി ഓപ്പറേഷൻ. ഇസഡിൽ ഉള്ള അതേ ഓപ്പറേഷൻ തന്നെ അതിൻ്റെ സബ്സെറ്റിലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇൻഡ്യൂസ്ഡ് ബൈനറി ഓപ്പറേഷൻ എന്നാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ രീതിയിലും ചോദ്യം ചോദിക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബൈനറി സ്ട്രക്ചർ that is actually isomorphic to a structure consisting of a proper subset under the induced operation. ഒരു ബൈനറി സ്ട്രക്ചർ അതിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റിനോട്, അവിടെ ആ ഇൻഡ്യൂസ്ഡ് ബൈനറി ഓപ്പറേഷൻ തന്നെ ആയിരിക്കണം, അതിനോട് ഐസോമോർഫിക് ആകുന്നു. ഒരു ബൈനറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റും ആ സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷനും വേണം. ഓക്കെ, രണ്ട് സ്ട്രക്ചർ ഐസോമോർഫിക് ആണ് എന്ന് പറയണമെങ്കിൽ 4 സ്റ്റെപ്പാണ് അതിൽ വേണ്ടത്. ആദ്യം നമ്മൾ ഒരു സ്ട്രക്ചറിൽ നിന്നും അടുത്ത സ്ട്രക്ചറിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ആ മാപ്പിംഗ് 1:1 ആണ് എന്ന് പറയണം. മൂന്നാമത്തെ സ്റ്റെപ്പ് മാപ്പിംഗ് ഓൺ ടു ആണ് എന്ന് പറയണം. നാലാമത്തെ സ്റ്റെപ്പ് ആ മാപ്പിങ്ങിന് ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയണം. അപ്പോൾ നമ്മൾ 2z എന്ന് പറഞ്ഞാൽ ഈവൻ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ, സെറ്റ് ഓഫ് ഓൾ 2n where n belongs to z. അവിടെ പോസിറ്റീവ് ഈവൻ ഇൻറ്റീജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഈവൻ ഇൻറ്റീജേഴ്സ് ഉണ്ട്, സീറോയും ഉണ്ട്. നമുക്ക് ഇസഡിൽ നിന്നും 2zലേക്കാണ് ഒരു മാപ്പിംഗ് വേണ്ടത്. നാച്ചുറലി എന്തായിരിക്കും മാപ്പിംഗ്? ഏതൊരു ഇൻറ്റീജറിനെയും അതിൻ്റെ ഡബിൾ, അതായത് 2nലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ ഡിഫൈൻ phi from z to 2z by phi of n is equal to 2n for n belongs to z. നമ്മൾ ഇസഡിൽ നിന്നും 2zലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ മാപ്പിംഗ് 1:1 ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ f എന്ന ഫംഗ്ഷൻ 1:1 ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് f of x is equal to f of y implies x is equal to y. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ phi ആണ്. അപ്പോൾ phi of m equal to phi of n implies m equal to n എന്നെനിക്ക് പ്രൂവ് ചെയ്യണം. ഇവിടെ m ഉം n ഉം കൊടുക്കാൻ കാരണം z ആണ് എൻ്റെ ഡൊമെയിൻ. അപ്പോൾ ഇസഡിലെ എലമെന്റ് ആണ് ഇവിടെ ആർഗ്യുമെന്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇൻറ്റീജർ സാധാരണ m n അങ്ങനെയൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ phi of m is equal to phi of n എന്നെടുക്കുന്നു. ഇനി ഈ ഫൈയുടെ ഡെഫിനിഷൻ എന്താണ്? phi of n എന്ന് പറഞ്ഞാൽ 2n, അപ്പോൾ phi of m എന്ന് പറഞ്ഞാൽ 2m. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് 2m equal to 2n. രണ്ട് സൈഡിലും 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് m equal to n എന്ന് കിട്ടും. അപ്പോൾ phi of m is equal to phi of n implies m equal to n എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. That means phi is 1:1. മൂന്നാമത്തെ സ്റ്റെപ്പ് phi is on to എന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കോഡൊമെയിനിൽ നിന്നും, അതായത് 2zൽ നിന്നും ഒരു എലമെന്റിനെ എടുക്കണം. അപ്പം ഞാൻ 2zൽ നിന്ന് ഒരു എലമെന്റ് n എടുത്തു. 2zലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഈവൻ ഇൻറ്റീജർ ആണ്.
അതായത് n ഒരു ഈവൻ ഇൻറ്റീജർ ആണ്. ഈവൻ ഇൻറ്റീജർ ആണെങ്കിൽ അതിന് നമുക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റും? n is equal to 2m for some integer m. ഒരു ഇൻറ്റീജറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 2 into ഒരു ഇൻറ്റീജർ എന്ന രീതിയിൽ നമുക്ക് n നെ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ m ഈക്വൽ ടു എന്ത് കിട്ടും? m ഈക്വൽ ടു n by 2. അവിടെ ആ m ഇൻറ്റീജർ ആണ്, അതായത് ഈ n by 2 ഒരു ഇൻറ്റീജർ ആണ്. ദാറ്റ് മീൻസ് n by 2 belongs to z. ഓക്കെ, ഇനി നമ്മൾ ഈ n by 2വിന്റെ ഇമേജ് കണ്ടുപിടിക്കുന്നു അണ്ടർ 5. അതായത് m ന്റെ ഇമേജ് phi ഓഫ് m. m ന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് n by 2വിന്റെ ഇമേജ് ആണ്. അപ്പൊ phi ഓഫ് n by 2. ഇനി phi എന്ന മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആർഗ്യുമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ വരിക? 2 into n by 2. 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ n കിട്ടുന്നു. അതായത് phi ഓഫ് m ഈക്വൽ ടു n. ദാറ്റ് മീൻസ് m ഈസ് ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് n. m എന്ന് പറഞ്ഞാൽ n by 2 ആണ്. n by 2 ഈസ് ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് n. അതായത് 2z ൽ നിന്ന് ഏതൊരു n എടുത്താലും അതിന് ഒരു ഇൻവേഴ്സ് ഇമേജ് n by 2 എവിടെയുണ്ട്? z ൽ ഉണ്ട്. ദാറ്റ് മീൻസ് our function phi is on to function, on to 2z. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് ഈ മാപ്പിംഗ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി? phi of x star y is equal to phi of x star dash phi of y, where x is the star is the binary operation in first binary structure and star dash is the binary operation in second ബൈനറി സ്ട്രക്ചർ. ഇവിടെ നമുക്ക് രണ്ട് ബൈനറി സ്ട്രക്ചറിലും അഡീഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ആ പ്രോപ്പർട്ടി നോക്കുകയാണ്. അപ്പൊ നമ്മൾ ഡൊമൈനിൽ നിന്നും ആർബിട്രറി ആയിട്ട് രണ്ട് എലമെന്റ് എടുത്തു, എമ്മും എന്നും. ഇനി നമ്മൾ phi ഓഫ് m plus n, നമ്മുടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടിയിൽ നമ്മൾ പറയാം phi ഓഫ് x star y. അവിടെ എക്സും വൈയുമായിട്ട് ഞാൻ എമ്മും എന്നും എടുത്തു. ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് ഞാൻ സ്റ്റാറിന് പകരം പ്ലസ് എഴുതി. ഓക്കെ, ഇനി phi എന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുന്നു. phi എന്താണ് ചെയ്യുന്നത്? ഈ ആർഗ്യുമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 into m plus n. നമുക്കറിയാം 2 into m plus n എന്ന് പറഞ്ഞാൽ 2m plus 2n ആണ്. ഇനി 2m എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാം? phi ഓഫ് m എന്ന് എഴുതാം. 2n നെ നമുക്ക് phi ഓഫ് n എന്ന് എഴുതാം. അതായത് phi ഓഫ് m plus n is equal to phi ഓഫ് m plus phi ഓഫ് n. അതായത് നമ്മുടെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി phi ഓഫ് x star y is equal to phi ഓഫ് x star dash phi ഓഫ് y. സ്റ്റാറും സ്റ്റാർ ഡാഷും ഇവിടെ പ്ലസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് phi ഒരു ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. അപ്പൊ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, അത് 1 1 ആണ്, ഓൺ ടു ആണ്, ഹോമോമോർഫിസം പ്രോപ്പർട്ടി ഉണ്ട്. ദാറ്റ് മീൻസ് phi is an isomorphism. അതായത് z പ്ലസ് ആ ഒരു സ്ട്രക്ചർ 2z പ്ലസ് അതിനോട് ഐസോമോർഫിക് ആണ്. അല്ലെങ്കിൽ ഒരു ബൈനറി സ്ട്രക്ചർ അതിൻ്റെ തന്നെ ഒരു പ്രോപ്പർ സബ്സെറ്റിനോട് അണ്ടർ ഇൻഡ്യൂസ്ഡ് ബൈനറി ഓപ്പറേഷൻ ഐസോമോർഫിക് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, താങ്ക് യു.